ശ്രുതി ചേച്ചി ഡ്രസ് അടിച്ചതിന് പൈസ തന്നിട്ടുണ്ട്, കുറച്ചുകൂടി തുണി തന്നിട്ടുണ്ട്, അതൊക്കെ അടിച്ചമ്മ വേഗം കൊടുക്ക്. ഓന് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഡ്രസ്സും കൊടി ബാഗും എല്ലാം അമ്മ വാങ്ങിച്ചിരണം. കരയണ്ട കരയണ്ട. ഇനി 2 ദിവസം കൂടി ഉണ്ട് കുഞ്ഞാ. എന്താ മോൻ എന്തെങ്കിലും വേണോ? അമ്മന്റെ ലാഗ് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ മോനെ, അതാ പാത്രക്കാരന് കൊടുത്തത്. എന്തായാലും അച്ഛൻ എണിക്കട്ടെ, അമ്മ പറയാട്ടോ. അമ്മയ്ക്കല്ല തുണികൾ അച്ഛൻ പൈസ കിട്ടില്ല, എന്ത് വാങ്ങിക്കാം? മെഷീൻ കേട് വന്നിരിക്കുക കുഞ്ഞാ, അതിലിനിപ്പോ അമ്മ എങ്ങനെ അടിക്കാൻ വേണ്ടിയിരിക്കുക. അതിപ്പോ നേരെയാക്കാൻ തന്നെ 100-600 രൂപ ആകും. അപ്പൊ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാലോ, അച്ഛൻ വാങ്ങിച്ചു തരോ? അച്ഛൻ എണിക്കട്ടെ, മോൻ പറയട്ടോ. ആ അമ്മ. കുഞ്ഞുസേ, ഇന്ന് അംഗനവാടി പോവാനല്ലേ? ലീവാണല്ലേ? മറന്നുവേടാ. സന്ധ്യ ഭയങ്കര തലവേദന, ഇവിടെ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി തരുമോ? എങ്ങനെ തലവേദന ഇല്ലാണ്ടിരിക്കട്ടാ? ഇന്നലെ എന്ത് കോലത്തിലാ വന്നത്? അത് പറ്റിപ്പോയതാടി. ആ കളി ഷാപ്പിൽ ഇന്നലെ ആ സുഗുണം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കുപ്പി അടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവരെ ആ വീണ് നിർബന്ധിച്ച് കുടിപ്പിച്ച, അതായി തലവേദന വന്നത്. എല്ലാ ദിവസവും പിന്നെ ഓരോ കഥകൾ ഉണ്ടാവുമല്ലോ. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ കുഞ്ഞൂസിന്റെ ബർത്ത്ഡേയാ, അവന് കേക്ക് വാങ്ങിക്കണ്ടേ? മെയ് 1 ആകാറായാ? എന്നെ കുഞ്ഞൂസേ, ദിവസങ്ങള് പോകുന്ന അച്ഛനെ അറിയുന്നതല്ല. എന്തായാലും ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ നമുക്ക് അടിപൊളിയാക്കാട്ടെ. കുഞ്ഞിന് എന്ത് കേൾക്കാൻ വേണ്ടി? സ്പൈഡർമാൻ കേക്ക്. അന്ന് അംഗൻവാടിന്റെ അബിന്റെ ബർത്ത്ഡേക്ക് സ്പൈഡർമാൻ കേക്കാ വാങ്ങിച്ചത്, അത് കുഞ്ഞിന്റെ ഇഷ്ടപ്പെട്ടു. ആണോടാ? കുഞ്ഞിന്റെ ഫ്രണ്ടിൽ അബിയില്ലേ, അവനെക്കാളും വലിയൊരു സ്പൈഡർമാൻ കേക്ക് അച്ഛൻ വാങ്ങിച്ചു തരും. ഓക്കെ? ഏട്ടാ, വെറുതെ കുഞ്ഞിനെ പറ്റിക്കാൻ നിൽക്കല്ലേ. അവൻ അത്ര ആഗ്രഹിച്ചിട്ടാ പറയണത്. എന്റെ അടുത്ത് പൈസ ഇല്ലാണ്ടായി പോയി. ആ മെഷീൻ ആണെങ്കിൽ ഇപ്പൊ കേട് വന്നിരിക്കുക. ഞാൻ കുഞ്ഞിന്റെ കാര്യത്തിൽ അങ്ങനെ പറ്റിക്കോ? എന്റെ മോന്റെ ബർത്ത്ഡേ അല്ലേ? ഇന്ന് തന്നെ ആരാധന ബേക്കറി പോയിട്ട് നല്ലൊരു കേക്കിന് ഓർഡർ ചെയ്യുന്നുണ്ട്. സ്പൈഡർമാൻ അല്ലേ? ആ, ഓർഡർ. അല്ല, നിന്റെ മെഷീൻ കേടായി കിടക്കല്ലേ? അതിപ്പോ നേരൊക്കെ എത്ര പൈസ വേണം? അതിനിപ്പോ ഒരു 600 രൂപയാവും. 600 രൂപയുള്ള എന്നിട്ടാണ് നേരെയാക്കാതിരിക്കുന്നത്? എടി, നിനക്ക് നീ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ? 600 അല്ലേ? ഇന്നത്തെ കൂലി കിട്ടിയിട്ട് നിനക്ക് ഞാൻ 600 രൂപ കൊണ്ടുവരാം. ഇന്ന് തന്നെ മെഷീൻ നേരായിക്കോ. എന്റെ കുഞ്ഞൂസിനെ കേക്ക് നാളെ ഓർഡർ ചെയ്യാം. ഓക്കെ. ഏട്ടനിരിക്കി, ഞാൻ ചായ എടുത്തുതരാം. അതെ, അച്ഛന് മറന്നാലും ബർത്ത്ഡേ ഓർമ്മപ്പെടുത്തണം കേട്ടോ. എന്നാലേ കേക്ക് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. വാ, ചായ കുടിക്കാൻ പോവാ. അമ്മോ, അച്ഛന്റെ മുത്താണ് നീ കേട്ടോടാ. അച്ഛൻ കേക്ക് വാങ്ങിച്ചു വരുന്നുണ്ടോ? കുഞ്ഞല്ലേ, അബിന്റെയും കുട്ടന്റെയും വിളിക്കട്ടെ കേക്ക് മുറിക്കാൻ. ആദ്യം അച്ഛൻ കേക്ക് കൊണ്ടുവരട്ടെ കുഞ്ഞാ, എന്നിട്ട് എല്ലാരും വിളിച്ചാൽ മതി കേട്ടാ. അപ്പൊ ഊരാനുള്ള വേണ്ട ചെയ്യണ്ടോ അമ്മ? കേക്കിനുള്ളിൽ അതൊക്കെ കേക്കിന്റെ ഉള്ളിൽ ഉണ്ടാവും. മോന് വിശക്കണോ പറഞ്ഞതല്ലേ, അമ്മ ചോറ് തരട്ടെ? അമ്മ ചോറ് വേണ്ട, അച്ഛല്ലേ ഇപ്പൊ കേക്ക് കൊണ്ടുവല്ലേ, അത് ഫുള്ള് കഴിക്കാം. പാട്ടക്കള്ളാണോ തരുന്നു? കേക്ക് വാങ്ങിച്ചില്ല, കുഞ്ഞത്ത നേരം നോക്കിയിരിക്കുന്നു. കേകം തിന്നാൻ മകളായ മധുരല്ലേ? എന്തായിട്ടത്? രാവിലെ പോകുമ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ, ഇന്ന് ഒരു ദിവസം ഇങ്ങനെ കുടിക്കേണ്ടോ വന്ന്. കുഞ്ഞ് എത്ര നേരം എന്നൊരു കേക്കിന് വേണ്ടി ഇരിക്കുന്നത്.
ആരുമില്ല. ഇവിടെ ഇരിക്കും. അമ്മ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. അമ്മ, അച്ഛന്റെ കാണുമ്പോ കുഞ്ഞിന്റെ പേടിയാവുന്നു. ഇനി നമ്മൾ അമ്മന്റെ വീട്ടിലേക്ക് പോവാ. അവിടെ എങ്ങനെ പോവാനാ കുഞ്ഞുസേ? മേമയ്ക്ക് കല്യാണം ആവാറായില്ലേ? അമ്മ പോയാ അതൊരു ബുദ്ധിമുട്ടാവും അവർക്ക്. ഇനി എന്താ ചെയ്യമ്മ? അച്ഛന്റെ അല്ലേ, നമ്മളുടെ ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് കുഞ്ഞുസേ അപ്പൂപ്പനും. അമ്മ ചെറുതായിരിക്കുന്ന സമയത്ത് അപ്പൂപ്പൻ എന്നും കുടിച്ചു വന്ന് അമ്മൂമ്മൻ എത്ര അടിക്കായിരുന്നറിയോ? അമ്മയും മേമയൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ പേടിച്ചിട്ട് വേറെ വീട്ടിൽ പോയി കിടക്ക. ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞാലെങ്കിൽ കുറച്ച് സന്തോഷം കിട്ടും വിചാരിച്ച. അമ്മ കരയണ്ട, കുഞ്ഞല്ല പഠിച്ച് ജോലിച്ചിട്ട് അമ്മന്റെ പൊന്നുമോനെ നോക്കാം. അതെ, ഓർമ്മയുണ്ടല്ലോ, 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നത്. ഞാൻ എൻ്റെ മെഷീനടക്കം വിറ്റു. ആ കൂടി എൻ്റെ വരുമാനം പറയുന്നത് അത് മാത്രമാ. എന്തോ ഭാസ്കരായിട്ട് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഈ മാസം വാടക വേണ്ടെന്നാ പറഞ്ഞത്. മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹം പോലും ഏട്ടന് ഈ കുടുംബത്തിനോട് ഇല്ലാന്ന് ആലോചിക്കുമ്പോഴാ. എന്റെ സന്ധ്യ ഞാന് വേണം വെച്ച് കുടിക്കല്ല. നിനക്കും കുഞ്ഞിനൊക്കെ വേണ്ടി എന്റെ കൂടെ നിർത്തുന്നു കുറെ കാലമായിട്ട് ആഗ്രഹിക്കുക. പക്ഷെ പണി കഴിഞ്ഞ് വരുമ്പോ ഓരോരുത്തരന്മാര് വിളിച്ചിട്ട് കുടിക്കാന്നൊക്കെ പറയുമ്പോ എന്റെ പിടിച്ചാ കിട്ടുന്നില്ല. കൈ ഇങ്ങനെ വിറക്കി എനിക്ക്. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ തോന്നലേട്ടാ. നമ്മൾ വിചാരിച്ച മാറ്റാൻ പറ്റാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടാ? ഈ 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നപ്പോ തീരെ കുടിച്ചിട്ടില്ലല്ലോ. ഇനിയും കുടിച്ച എന്താവെന്ന് ആ ഡോക്ടർ പറഞ്ഞതല്ലേ, അതെങ്കിലും ഒന്നും ആലോചിക്കേ. ഇത്രയും കാര്യമായിട്ട് ജീവിതത്തിൽ സന്തോഷം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ കാര്യം വിട്, ആ കുഞ്ഞിന്റെ മുഖമെങ്കിലും നിങ്ങൾക്ക് ആലോചിച്ചൂടെ? ആകെ 4 വയസ്സേ ആയിട്ടുള്ളൂ. വേറെ കുട്ടികളൊക്കെ ചിരിച്ചും കളിച്ചും സന്തോഷത്തോടെ നടക്കുമ്പോ എന്റെ മുഖം ദിവസം ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ലടോ, ഇനി മുതൽ ഞാൻ എന്തായാലും കുടിക്കില്ല. ഞാനൊന്ന് വിശ്വസിക്കേ. നിങ്ങൾ ഈ പറയുന്ന പോലെയല്ല ഏട്ടാ. കുടിക്കാതിരുന്ന എൻ്റെ അടുത്തും കുഞ്ഞിൻ്റെ അടുത്തൊക്കെ നല്ല സ്നേഹമായിരിക്കും. പണിക്ക് പോയിട്ട് പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ ഫുള്ളും കുടിച്ചിട്ടല്ലേ നിങ്ങൾ എന്ത് കോലത്തില് കയറി വരുന്നത്? എന്തിനായിട്ട് എങ്ങനെ മറ്റുള്ളതിന്റെ മുന്നിൽ കോമാളിയാകാൻ വേണ്ടി റോഡ് സൈഡ് കിടന്ന് വീട്ടിൽ ഛർദിച്ചിട്ടൊക്കെ? ഇതൊക്കെ കണ്ടിട്ടില്ലേ നമ്മുടെ കുഞ്ഞു വളരുന്നത്? കുടിക്കില്ല കുടിക്കില്ല എന്നൊക്കെ പറയും, പക്ഷെ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുടുംബത്തിൽ മനസമാധാനം ഉണ്ടായിട്ടുണ്ടോ? അമ്മ, കുഞ്ഞിക്ക് വിശക്കുന്നു.
എന്താണ് ഞാൻ ഇപ്പൊ തരാ മോനെ? അമ്മ അച്ഛൻ വന്നു. വീണ്ടും കുടിച്ചൂലേ? ഇവിടെ കഴിക്കൊന്നുമില്ല. നിങ്ങൾ കൊണ്ടുവന്നിട്ട് വേണം മോൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഞാൻ ഇത്ര നേരം നോക്കിയിരുന്നതാ. എന്താട്ടോ എങ്ങനെ? കുറെ ദിവസത്തിന് ശേഷം പണിക്ക് പോയതല്ലേ, ഭയങ്കര ക്ഷീണം. ആ പണിയും കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിൽ 100 കല്ല് മുകളിലേക്ക് കയറ്റി വെക്കാനായിരുന്നു. അതും കൂടി ചെയ്തതാ. 10,000 രൂപ കൂലി കിട്ടി. അതിന് ഒരു തുള്ളി പോലും ഞാൻ കൊടുത്തിട്ടില്ല. ദിവസം പണിക്ക് വേണ്ടി പോയതിന്റെ ആ ഒരു ക്ഷീണം കൊണ്ടാ. പിന്നെ കുടിക്കാത്തതിന്റെ ചെറിയ വിറയലുണ്ട്. അങ്ങനെ 400 രൂപ സാധനം മേടിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക്. ബാക്കി 1200. മോനെ വാടാ, വാ, അമ്മലേക്ക് കൊടുക്കട്ട. മോനെ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്, എടുത്തോ. എന്റെ മോന് അച്ഛൻ ഇതുവരെയൊന്നും വാങ്ങിച്ചു തന്നിട്ടാണടാ. മോന് കേക്ക്, അച്ഛനിപ്പോ തന്നെ പോയിട്ട് വാങ്ങിട്ട് തരാട്ടോ. നീ പറഞ്ഞത് ശരിയാണ്. ഈ കള്ളു കുടിക്കുന്ന ഞങ്ങളൊക്കെ വെറും കോമാളികളാ. ദിവസം എത്ര പൈസ ഉണ്ടാക്കുന്നത്? എല്ലാം എടുത്തുവെച്ചോ ഒരു മാസം 10-30,000 മുകളിൽ സമ്പാദിക്കുന്നില്ലേ? എന്നിട്ടും ദാരിദ്ര്യം പറയാ. എല്ലാം കുടിച്ചു തീർത്തിട്ടാ. എല്ലാം കുടിച്ച് തീർത്ത് കരടും എല്ലാം പോയി കുടുംബത്തിന്റെ സന്തോഷം നശിപ്പിച്ചിട്ട് എന്നെ പോലെ കുറയാന്മാരുണ്ട്. ഒരു ദിവസം കുടിക്കാണ്ട് സാധനം മേടിച്ചപ്പോ നിനക്ക് കുഞ്ഞിനൊക്കെ എത്ര സന്തോഷം, എന്തൊക്കെ വാങ്ങാൻ പറ്റി. ഇനി ഒരിക്കലും ഞാൻ കുടിക്കില്ല, ഒരിക്കലും ഞാൻ കുടിക്കില്ല. പറടാ, കുടിക്കാനോ? കുടിച്ച് ചോര ചർത്തിച്ച് ഞാൻ കിടന്നടാ 2 ആഴ്ച. നമ്മൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? എന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ മെഷീൻ അടക്കം വെച്ചിട്ട് എന്നെ നോക്കിയത്. എടാ, കുടിച്ച് നശിക്കാൻ ഞാനില്ലടാ. എന്റെ കുടുംബത്തിനോടി ഇരിക്കട്ടെ ഞാൻ.